ഹലോ എവരിവൺ, ഇന്ന് അനന്തൂച്ചനും ശരണ ചേച്ചിക്കും നമ്മൾ വിരുന്ന് വെച്ചേക്കുന്ന ദിവസമാണ്. അപ്പോൾ അവർ തലേ ദിവസമേ വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് വന്നത്. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നുറങ്ങിയത്. പിന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. ആ ഒരു സമയത്താണല്ലോ കിടന്നത്. പിന്നെ ഇതൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി തലേ ദിവസമേ വെച്ചിട്ടുണ്ടായി. ബീഫും അതേപോലെ ചിക്കൻ കറിയും മീൻ കറിയൊക്കെ നമ്മൾ തലേ ദിവസമാണ് വെച്ചത്. എങ്കിലേ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവർ എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും വെള്ളയപ്പവും കടലയും പപ്പടവും ഇതൊക്കെയായിരുന്നു. അനന്തുച്ചേട്ടന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരണ ചേച്ചിക്ക് വെള്ളയപ്പമാണ് പറഞ്ഞിട്ടുണ്ടായത്. ചേച്ചിക്ക് പുട്ട് അധികം ഇഷ്ടമല്ല. അപ്പോൾ വെള്ളയപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന്. ഇതെൻ്റെ ചേച്ചിയും ഇപ്പുറത്തെ എൻ്റെ ചേട്ടനും. എൻ്റെ ഈ സൈഡിൽ എൻ്റെ ഹസ്ബൻഡുമാണ് ഇരുന്നേച്ചത്. പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനും മീനും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ചു. അങ്ങനെ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ച് എന്നിട്ടാണ് അവരെ വിളിച്ചത്. പിന്നെ അഞ്ജൻ ചേച്ചിയുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ചേച്ചി ഓൾറെഡി കസ്റ്റാർഡ് റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായി. നമ്മളിപ്പോ തറവാട്ടിലേക്ക് പോണേ. അതെ, തറവാട്ടിലല്ലേ, പണ്ട് ഇവര് താമസിച്ചോണ്ടിരുന്ന വീട്ടില്. അതെ, 150 വർഷം പഴക്കമുള്ള. ഓ നൈസ്. 150 വർഷം പഴക്കമുള്ള വീട് കാണാൻ പോവാ. പറ്റാത്ത ഈ കാണുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തറവാട് വീട്. ഇതിനു മുമ്പാണ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇവിടെ എൻ്റെ ചേച്ചന്മാരും കുഞ്ഞച്ഛനൊക്കെയാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തറവാട്. അനന്തുവിന്റെയും തറവാട്, ശ്രീകുവിന്റെയും തറവാട്. എന്തൊക്കെയുണ്ട്? ഞങ്ങളെല്ലാ പിള്ളേർക്കും ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിമാരാണെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് തരും. അതുപോലെ ഭയങ്കര സമാധാനമാണ് ഇവിടെ ഇരിക്കുമ്പോൾ. എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് എല്ലാവരും ഒത്തുകൂടുന്നത് ഈ ഒരു തറവാട്ടിലാണ്. ഈ തറവാട്ടിൽ ധാരാളം ഉണ്ടാവാറുള്ളൊരു സംഭവമാണ് മുരിങ്ങാക്കോലും അതുപോലെ തന്നെ സക്കും ഉണ്ടല്ലോ, അതും. അപ്പം മുരിങ്ങാക്കോല് ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരണ ചേച്ചിക്ക് വന്നപ്പോൾ അവർക്കും കുറച്ച് കൊടുത്തു വിടാമെന്ന് ഓർത്ത് നമ്മൾ പറിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. കൊടംപുളിയാണോ ഇഷ്ടമാണോ ചേച്ചിക്ക്? കൊടംപുളി വെച്ച് ഇങ്ങനെ തോണ്ടി തിന്നാൻ ഇഷ്ടം. പണ്ട് എടോ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, അതോടിഞ്ഞു വീഴും. ഞാൻ ചോദിക്കട്ടെ, വളരുവോ? പൂവിന്റെ തോരൻ വെക്ക. ഇപ്പൊ എല്ലാ ദിവസം മുരുങ്ങയോടല്ലേ വീട്ടിൽ പോകണം. മാങ്ങ തേങ്ങ മാങ്ങ കഴിഞ്ഞ കണ്ണി മാങ്ങ മുഴുവൻ പറിച്ചിട്ട് ഇനി അവിടെ നിന്നോന്നു. ഇനി ആവശ്യമില്ല. അന്തോ കല്യാണക്ക കല്യാണക്കായ എന്താ പെറുക്കി പെറുക്കി എടു. മുരിങ്ങക്കോൽ ഗൈസ്, ചേച്ചന്മാര് നട്ട് നനച്ചുണ്ടാക്കി ഓർഗാനിക് മുരിങ്ങ. ഇതൊക്കെ തന്നെ പിടിക്കണേ. ദൈവമേ, ഇതിന് മുരിങ്ങാക്കോല്
ആ പൂ വെക്കും. പിന്നെ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവള് പൂമുക്കി വറുക്കൂല. വിളവെടുപ്പൊക്കെ മുടി കൂടിയിട്ട് കുലുക്ക്. ഇതേ അവിടെ നിക്കണ പുള്ളിയില്ലേ, നല്ല മധുരം. അതിന് നമ്മൾ ഓർഗാനിക് സാധനങ്ങൾ കിട്ടിയാൽ വിടരുത്. നമ്മൾ ഇതൊക്കെ കഴിക്കണം, ഗ്ലോ ആവാനും. അല്ലേ, മുരിങ്ങാക്കോല് ഏറ്റവും നല്ലതാണ്. അമ്മക്ക് പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അനന്തുചേട്ടൻ ശരണ ചേച്ചിയും ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ പോയി. അങ്ങനെ പിന്നീടുള്ള ടൈം നമ്മുടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ ചാർലീനായിട്ട് കുഞ്ഞച്ചൻ്റെ പറമ്പിൽ പോകാമെന്ന് വിചാരിച്ച്. അവനെ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഓടി നടക്കുമല്ലോ. നമ്മുടെ വീട്ടിലധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഒന്നില്ലേ തറവാട്ടിലോ അല്ലെങ്കിൽ കുഞ്ഞച്ചൻ്റെ പറമ്പിൽ കൊണ്ടുപോകാറുണ്ട്. അതാരാ ഒരശരീരി ആരെ നോക്കണം? ഗുഡ് ബോയ് ആണ് ചാർലി. ഗുഡ് ബോയ്. സിറ്റ് ചെയ്തേടാ. അത് എന്തൊരു സ്നേഹം. വാലാട്ടണ നോക്കിയേ. ഞങ്ങളിടക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന സൺസെറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ചീനവലയൊക്കെ വലിക്കുന്നത് രാത്രിയിൽ കാണുന്നത് നല്ല രസമാണ്. പിന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി നൈറ്റ്സൊക്കെ പിടിച്ച് ഇവിടെയാണ്. ആനിലിത്തറ എന്ന് പറയും. ഇവിടെയാണ് സൗബിൻ തൂങ്ങി വരിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ചരാതുകൾ തോറും നിന്തിയോർമ്മയായി തരാതെ പോം ചാരുവാം മകളാ ചുഴലുന്നോരേ കുറ്റാക്കൂരിരുൾ കഴിയോ